ഇംഗ്ലീഷ് അധ്യാപനമൊന്നും അല്ല റഹീം. റഹീമിനെ അറിയാവുന്നുള്ള ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മളെല്ലാ ലാംഗ്വേജും അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പം ജനപ്രതിനിധി ആവുന്നവരെല്ലാവരും പിന്നെ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ഹിന്ദിയിലും അതിലൊക്കെ തന്നെ PhD എടുത്ത് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളാവണമെന്നൊന്നും നിർബന്ധമൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. ഇതെല്ലാം ഈ സൈബർ ആക്രമണം നടത്തുന്നവരുടെ എന്ന് പറയാൻ ഒരു മര്യാദകേടും അസൂയയും കുശുമ്പും ഒക്കെ തെളിയിക്കുന്ന കാര്യമാണിത്. അയാളോടെ പോയല്ലോ, അവിടെ നടന്നിട്ടുള്ള സംഭവം കാണാൻ വേണ്ടി അയാളോടെ പോയല്ലോ. ആയിരങ്ങളെ കുടിയൊഴിപ്പിച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് അയാൾ പോയത്. അല്ലാതെ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ പരീക്ഷ എഴുതാൻ വേണ്ടി പോയതല്ല. ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു തെറ്റ് ആയിപ്പോയുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ കാര്യശേഷി തെളിയിക്കുന്നത് വാക്കുകളിലെ എല്ലാ അലങ്കാരത്തിലല്ലോ, പ്രവൃത്തിയിലല്ലേ. അത് MP എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളവരെ മാത്രം പരിശോധിച്ചാൽ മതി.